കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone, welcome to IGNO Focus 5.0. IGNO മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻ ആണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. BA ഹിസ്റ്ററി സെക്കൻഡ് ഇയറിലെ കോർ പേപ്പർ ആയിട്ടുള്ള BHIC 106 ദ റൈസ് ഓഫ് ദ മോഡേൺ വെസ്റ്റ് ഫസ്റ്റ് ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് PYQUA അഥവാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ. സോ നമ്മള് മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകള് ഇൻഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഇത്തവണ എക്സാമിന് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, എക്സാമിന് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഈ ഒരു പ്രോബബിലിറ്റിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത്തവണ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസിനെ ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് നമ്മൾ ഏതൊക്കെ ഏരിയാസിൽ ഇനി ഈ ഒരു കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഫോക്കസ് കൊടുക്കണം, നമ്മൾ അതിനെ ഏത് രീതിയിൽ നമ്മൾ അതിനെ പഠിച്ചെടുക്കണം എന്നുള്ളൊരു കാര്യമാണ്. സോ നമ്മൾ ഈ ഒരു സെഷനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം ഡോക്യുമെന്റ് റോഡ് മാപ്പ് എന്താണെന്ന് നോക്കാം. ഡോക്യുമെന്റ് റോഡ് മാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നത് എന്നാണ്. ആദ്യം തന്നെ നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ് നടത്തുന്നത്. സിലബസ് മാപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ ഓരോ പേപ്പറിലും ഡിഫറെന്റ് യൂണിറ്റ്സ് ഉണ്ട്. സോ ഓരോ യൂണിറ്റിലും നിരവധി കോണ്ടന്റ്സും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഓരോ യൂണിറ്റിലും ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, മുൻകാല ചോദ്യ പേപ്പറുകളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള നമുക്ക് ഹൈ റെലവെന്റ് ആയിട്ട് തോന്നുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ലോ റെലവെന്റ് ആയിട്ട് തോന്നുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, മീഡിയം റെലവെന്റ് ആയിട്ട് തോന്നുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു സിലബസ് മാപ്പിംഗിൽ നമ്മൾ പരിശോധിക്കുന്നത്. അതിനുശേഷം എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. എക്സാമിന് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, മാർക്കിന്റെ ട്രെൻഡ് എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ എന്നുള്ളതാണ്. അപ്പൊ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ആവർത്തിച്ച് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം ആ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. എക്സാമ്പിൾ ഫ്യൂഡലിസം ടു ക്യാപിറ്റലിസത്തിലേക്കുള്ള ഒരു ട്രാൻസിഷനുമായി ബന്ധപ്പെട്ട ഡിബേറ്റ്, പ്രിന്റ് കൾച്ചർ, വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ അബ്സല്യൂട്ടിസം എന്നുള്ളതൊക്കെ നിരന്തരമായിട്ട് ഈ ടോപ്പിക്കുകളിൽ നിന്നും ചോദ്യങ്ങൾ ആവർത്തിച്ച് വരാറുണ്ട്. അതിനുശേഷം ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ് എന്നുള്ളതാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇനി നമുക്ക് ഇത്തവണ ഏത് ചോദ്യമാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്, അതിന്റെ ഒരു എത്ര പെർസെന്റേജ് സാധ്യത അതിനുണ്ട് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ, ഈ പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇഗ്നോ ടേം ആൻഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ പാറ്റേണിൽ തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യ പേപ്പറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം, ഈ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് അതെങ്ങനെ ഒരു ആൻസർ സ്ട്രക്ചർ ചെയ്യണം, ഏതൊക്കെ പോയിന്റ്സ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ അത് വിശദീകരിക്കുന്ന ഒരു ആൻസർ ഗൈഡ് തന്നെ നമ്മളുടെ ലേൺവൈസ് ആപ്പിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും അത് ചെക്ക് ചെയ്യാം. നമ്മൾ മെത്തഡോളജി അഥവാ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രിഡിക്റ്റീവ് ഗൈഡ് ബിൽഡ് ചെയ്തിട്ടുള്ളത്, ഞാൻ പറഞ്ഞു നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ വെയിറ്റേജിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, അപ്പം നമ്മൾ റെലവൻസ് കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിലൂടെ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ലാസ്റ്റ് മിനിറ്റില് പ്രയോറിറ്റി കൊടുക്കേണ്ട ഏരിയ ഏതാണ്, ആ ഒരു ഏരിയ തന്നെ ഹൈ yield ടോപ്പിക്സിനെ നമ്മൾ ഏത് രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടും
വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. സോ നമുക്ക് ഇവിടെ സിലബസ് മാപ്പിംഗിലേക്ക് കടക്കാം. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. സോ ഇവിടെ നമ്മളിവിടെ ഓരോ ടോപ്പിക്കുകളും എത്രത്തോളം റെലവെന്റ് ആണ് എന്ന് നിശ്ചയിക്കുന്നത് ആ ഒരു ടോപ്പിക്കിൽ നിന്നും എത്ര തവണ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു 10 എബോ ടൈംസ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചു എങ്കിൽ ആ ഒരു ടോപ്പിക് ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇനി ഒരു 9 to 5 ടൈംസ് ആണ് ചോദിച്ചത് എങ്കിൽ മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കും, ബിലോ 5 ടൈംസ് ആണ് ചോദിച്ചതെങ്കിൽ ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുമാണ്. സോ നമുക്കിവിടെ യൂണിറ്റ് 1-ൽ നിന്നും പ്രധാനമായിട്ടും വന്നിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സിവിൽ സൊസൈറ്റി, യൂണിവേഴ്സിറ്റീസ് എന്നുള്ളതാണ്. 6 തവണയാണ് എക്സാമിന് ചോദിച്ചത്. മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. യൂണിറ്റ് 1-ലെ തന്നെ മറ്റൊരു ടോപ്പിക് ആണ് ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ഏർലി മോഡേൺ വെസ്റ്റ്. ഇതും 5 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. Then യൂണിറ്റ് 10-ലെ റൈസ് ഓഫ് പ്രിന്റ് കൾച്ചർ ആൻഡ് റോൾ ഇൻ റിഫോർമേഷൻ ആൻഡ് റിനൈസൻസ്, ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 3 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 11-ലെ വെസ്റ്റേൺ അബ്സല്യൂട്ടിസം, ഫീച്ചേഴ്സ് ആൻഡ് കേസ് സ്റ്റഡീസ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 4 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 11-ലെ തന്നെ എമർജൻസ് ഓഫ് ന്യൂ അബ്സല്യൂട്ട് മൊണാർക്കീസ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 3 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 11-ലെ തന്നെ ഈസ്റ്റേൺ അബ്സല്യൂട്ടിസം, ഫീച്ചേഴ്സ് ആൻഡ് കേസ് സ്റ്റഡീസ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 2 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 11-ലെ തന്നെ പ്രഷ്യ ആൻഡ് ഫ്രെഡറിക് ദ ഗ്രേറ്റ്, ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 1 തവണ മാത്രമാണ് എക്സാമിന് വന്നിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 2-ലെ ട്രാൻസിഷൻ ഡിബേറ്റ്, ജനറൽ അനാലിസിസ് എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 7 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 2-ലെ ഹോബ്സ്ബാൻ ആൻഡ് അൺഈവൻ ഡെവലപ്മെന്റ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 1 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 2-ലെ തന്നെ അനാൽ സ്കൂൾ ഓൺ ട്രാൻസിഷൻ എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 1 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 2-ലെ മൗറിസ് ഡോബ്സ് വ്യൂസ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇതുവരെ എക്സാമിന് ചോദിക്കാത്തൊരു ഏരിയ കൂടിയാണിത്. യൂണിറ്റ് 2-ലെ തന്നെ ഗേ ബോയ്സ് വ്യൂവും ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇതുവരെയും എക്സാമിന് ചോദിച്ചിട്ടില്ല. ദെൻ യൂണിറ്റ് 3-ലേക്ക് വരുമ്പം ബ്രണ്ണേഴ്സ് വ്യൂ ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 1 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 3-ലെ തന്നെ ഡെമോഗ്രഫിക് മോഡൽ ഓഫ് ട്രാൻസിഷൻ എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല. യൂണിറ്റ് 4-ലെ മോട്ടീവ്സ് ഫോർ വോയേജസ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 2 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 4-ലെ നാവിഗേഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 2 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 4-ലെ ഡിസ്കവറീസ് ആൻഡ് വോയേജസ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 2 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 4-ലെ തന്നെ മറ്റൊരു ടോപ്പിക് ആണ് ഇമ്പാക്ട് ഓഫ് കോളനൈസേഷൻ എന്നുള്ളത്. ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 2 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 4-ലെ പോർച്ചുഗീസ് ഓർ സ്പാനിഷ് കൊളോണിയൽ എംപയേഴ്സ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 1 തവണയാണ് എക്സാമിന് ചോദിച്ചത്. യൂണിറ്റ് 5-ലെ 16th സെഞ്ചുറി ഇക്കണോമിക് ഗ്രോത്ത്, ട്രേഡ് ആൻഡ് എക്സ്ചേഞ്ച് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 3 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 5-ലെ 15th സെഞ്ചുറി ഇക്കോണമി ഓർ ഔട്ട് ഓഫ് മിഡിൽ ഏജസ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 1 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 5-ലെ തന്നെ ഡെമോഗ്രഫിക് ട്രെൻഡ്സിന്റെ 16th സെഞ്ചുറി എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 1 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 5-ലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻ ദ 16th സെഞ്ചുറി എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 1 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഇനി യൂണിറ്റ് 6-ൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളാണ്. അതിലൊന്ന് സ്ലേവ് ട്രേഡ് ആൻഡ് പ്ലാന്റേഷൻ എക്കോണമീസ് എന്നുള്ളതാണ്. ലോ റെലവെന്റ് ആണ്. 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. യൂണിറ്റ് 6-ലെ തന്നെ ഷുഗർ ഇൻഡസ്ട്രി ലോ റെലവെന്റ് ആണ്. 2 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 6-ലെ തന്നെ 17th സെഞ്ചുറി ഷുഗർ റവല്യൂഷൻ എന്നുള്ളതും ലോ റെലവെന്റ് ആണ്. 2 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 6-ലെ തന്നെ
പ്ലാന്റേഷൻ സൊസൈറ്റി ഇൻ ബ്രസീൽ എന്നുള്ളതും ലോ റെലവെന്റ് ആണ്. 2 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 6 തന്നെ സ്ലേവറി ഇൻ ആഫ്രിക്ക ഓർ ന്യൂ വേൾഡ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 2 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 7 കൊമേഴ്ഷ്യൽ റവല്യൂഷൻ ഓവർവ്യൂ ലോ റെലവെന്റ് ആണ്. 1 തവണയാണ് എക്സാമിന് വന്നിട്ടുള്ളത്. യൂണിറ്റ് 7 റൂറൽ ബേസ് ഓഫ് കൊമേഴ്ഷ്യൽ റവല്യൂഷൻ എന്നുള്ളതും ലോ റെലവെന്റ് ആണ്. 1 തവണയാണ് എക്സാമിന് വന്നിട്ടുള്ളത്. യൂണിറ്റ് 7 തന്നെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ക്യാപിറ്റൽ അവൈലബിലിറ്റി എന്നുള്ളതും ലോ റെലവെന്റ് ആണ്. 1 തവണയാണ് എക്സാമിന് വന്നിട്ടുള്ളത്. യൂണിറ്റ് 7 തന്നെ ഗ്രോത്ത് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് എന്നുള്ളതും ലോ റെലവെന്റ് ആണ്. 1 തവണയാണ് എക്സാമിന് വന്നിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 8 റിനൈസൻസ് മീനിങ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഹ്യൂമാനിസം എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 7 തവണയാണ് എക്സാമിന് വന്നിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 8 അച്ചീവ്മെന്റ്സ് ഇൻ സയൻസ് ഡ്യൂറിംഗ് റിനൈസൻസ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 4 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 8 തന്നെ റിനൈസൻസ് ആർട്ട് ആൻഡ് ആർട്ട് ഫോംസ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 3 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 8 പൊളിറ്റിക്കൽ ഫിലോസഫി ഡ്യൂറിംഗ് റിനൈസൻസ് എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 1 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 8 തന്നെ 2 phases ഓഫ് റിനൈസൻസ് പ്രിന്റ് ആൻഡ് റിനൈസൻസ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 1 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 9 റിഫോർമേഷൻ കോൺസെപ്റ്റ് ഇമ്പാക്ട്സ് ജർമ്മനി എന്നുള്ളത് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 4 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 9 തന്നെ മാർട്ടിൻ ലൂതർ ആൻഡ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 3 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. യൂണിറ്റ് 9 കാൽവിനിസം ആൻഡ് ഇറ്റ്സ് സ്പ്രെഡ് എന്നുള്ളതും ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 3 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. സോ ഞാനിവിടെ പറഞ്ഞു നമ്മൾ ഈ ഒരു റെലവൻസി എത്രത്തോളം എന്ന് നിർണ്ണയിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ടോപ്പിക്കിൽ നിന്നും എത്ര തവണ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഹൈ റെലവെന്റ് ആണെന്നുണ്ടെങ്കിൽ 10ൽ കൂടുതൽ ടൈംസ് ചോദിച്ചിട്ടുണ്ടാവാം. മീഡിയം എന്ന് പറയുന്നത് ഒരു 5 to 9 ടൈംസ് ചോദിച്ചിട്ടുണ്ടാവാം. 5ൽ താഴെ തവണ മാത്രമാണ് ചോദിച്ചതെങ്കിൽ ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സോ ഈ ഒരു സിലബസ് മാപ്പിങ്ങിന്റെ തന്നെ ഒരു ബാർ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള യൂണിറ്റ് 8 ആണ്. ദെൻ യൂണിറ്റ് 8 ശേഷം പിന്നെ ക്വസ്റ്റ്യൻസ് വരുന്ന 2 യൂണിറ്റുകൾ യൂണിറ്റ് 1ഉം യൂണിറ്റ് 6ഉം ആണ്. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി വരുന്ന യൂണിറ്റ് 9ഉം യൂണിറ്റ് 11ഉം ആണ്. ദെൻ അതിനുശേഷം യൂണിറ്റ് 2ൽ നിന്നും യൂണിറ്റ് 4ൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് യൂണിറ്റ് 5ൽ നിന്നും. ഏറ്റവും കുറച്ച് ക്വസ്റ്റ്യൻ ഇതുവരെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് യൂണിറ്റ് 3ൽ നിന്നുമാണ്. ഇതിന്റെ തന്നെ ഒരു ഹീറ്റ് മാപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ട്രാൻസിഷൻ ഡിബേറ്റ് ആണ്. ഫ്യൂഡലിസത്തിൽ നിന്നും ക്യാപിറ്റലിസത്തിലേക്കുള്ള ഒരു ട്രാൻസിഷനുമായി ബന്ധപ്പെട്ട ഡിബേറ്റ് ആണ് ആദ്യത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം പല എക്സാമിനേഷൻസിലും നിരന്തരം ചോദിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ് ഇത്. സോ ഇതിൽ തന്നെ ഈ ബോറിസ് ബ്രന്നറുടെ ഒക്കെ വ്യൂസ് എന്തായിരുന്നു, അവരുടെ തിയറീസ് എന്തൊക്കെയായിരുന്നു, ഇതുമായി അസോസിയേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ യൂണിറ്റ് 2 യൂണിറ്റ് 3ൽ നിന്നും കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്. യൂണിറ്റ് 2ൽ നിന്ന് മാത്രമല്ല ഒരു യൂണിറ്റ് 2ലെ കണ്ടന്റ്സ് യൂണിറ്റ് 3ലെ കണ്ടന്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള തരത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദെൻ രണ്ടാമത്തെ ഒരു ഹൈ ഈൽഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫൈനിങ് ഫീച്ചേഴ്സ് ഓഫ് ഏർലി മോഡേൺ വെസ്റ്റ്. യൂണിറ്റ് 1ൽ നിന്നുള്ള ടോപ്പിക് ആണ്. ഏർലി മോഡേൺ വെസ്റ്റിന്റെ ഫീച്ചേഴ്സിനെ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ തേർഡ് ടോപ്പിക് റിനൈസൻസിന്റെ മീനിങ് എന്താണ്, ആ മീനിങ്ങിനെ കുറിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് എന്തൊക്കെയാണ്. അതിൽ തന്നെ പല ഹിസ്റ്റോറിയൻസ് ആയിട്ട് വരുന്നുണ്ട്. ബർഖാർഡിന്റെയും അതുപോലെ തന്നെ റിവിഷനിസ്റ്റ് വ്യൂസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. സോ അതൊക്കെ നമ്മൾ ഇവിടെ ആൻസേഴ്സ് എഴുതുമ്പോൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം. ദെൻ ഹ്യൂമാനിസത്തിന്റെ നേച്ചർ എന്തായിരുന്നു, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഷോർട്ട് നോട്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട 3 ടോപ്പിക്കുകളാണ്. ഫസ്റ്റ് വൺ യൂണിറ്റ് 1ൽ നിന്നുള്ള സോഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത്. ഈ ഒരു 3 ടോപ്പിക്കുകളിൽ നിന്നും ഷോർട്ട് നോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം.
രണ്ടാമത്തേത് റിനൈസൻസ് ആൻഡ് ഹ്യൂമാനിസം യൂണിറ്റ് 8 നിന്നുള്ള ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 9 നിന്നുള്ള മാർട്ടിൻ ലൂതർ ആൻഡ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ. ഓക്കെ, നെക്സ്റ്റ് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. എക്സാമിന് ഏതൊക്കെ തരത്തിലാണ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുള്ളത്? അപ്പം ഡിഫറെന്റ് ഫോംസ് ഓഫ് ഫോർമാറ്റുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ അനലിറ്റിക്കൽ ഓർ എക്സ്പോസിറ്ററി എസ് ആണ്. 20 മാർക്കിനാണ് അനലിറ്റിക്കൽ അല്ലെങ്കിൽ എക്സ്പോസിറ്ററി എസ് ചോദിക്കാറുള്ളത്. നമ്മൾ 400 വേർഡ്സിലാണ് എഴുതേണ്ടത്. പൊതുവെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക ഡിസ്കസ്, അനലൈസ്, എക്സ്പ്ലെയിൻ, ഔട്ട്ലൈൻ, ഡിസ്ക്രൈബ്, എലുസിഡേറ്റ് എന്നുള്ള ഒരു വേർബ്സ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ആർഗ്യുമെന്റേറ്റീവ് ഓർ കമ്പാരറ്റീവ് എസ് ആണ്. 20 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. 400 വേർഡ്സിലാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇതില് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക ഡു യു എഗ്രി അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ്, കമ്പയർ, ഇവാലുവേറ്റ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ തേർഡ് വൺ ഓപ്പൺ എസ് ആണ്. 400 വേർഡ്സിലാണ് എഴുതേണ്ടത്. 20 മാർക്കിനായിരിക്കും എസ് ഉണ്ടാവുക. ഇതിൽ ക്വസ്റ്റ്യൻ പറയാ റൈറ്റ് എൻ എസ് ഓൺ എന്നിട്ട് ഒരു ഏത് ടോപ്പിക് ആണോ അതിന്റെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ എസ് സ്റ്റാർട്ട് ചെയ്യുക, സോറി ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ കോട്ട് ഓർ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് എസ് 20 മാർക്കിന്റെ എസ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 400 വേർഡ്സിലാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദെൻ ഫൈനലി ഷോർട്ട് നോട്ട് ആണ്. ഷോർട്ട് നോട്ട് 2 ഷോർട്ട് നോട്ട് ആയിരിക്കും നമ്മൾ എഴുതേണ്ടത്. ഓരോ ഷോർട്ട് നോട്ടിനും 10 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. 200 വേർഡ്സിലാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയ സമയത്ത് നമ്മളുടെ ഹിസ്റ്ററിയിലെ MCQ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ കേസ് സ്റ്റഡിയോ ന്യൂമറിക്കൽ ഐറ്റംസോ ഒന്നും ഇതുവരെയും അപ്പിയർ ചെയ്തിട്ടില്ല. ഇനി ഓരോ ക്വസ്റ്റ്യൻ ഫോർമാറ്റിനെയും നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 4 ഫോർമാറ്റുകളിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അനലിറ്റിക്കൽ ഓർ എക്സ്പോസിറ്ററി എസ് എന്നുള്ളതാണ്. അപ്പൊ ഇതിന് 20 മാർക്കാണ് എസ് എക്ക് ഉണ്ടാവുക. നമ്മളത് ഒരു 400 വേർഡ്സിലാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ ഈ ഒരു എസ് എ നമ്മൾ എഴുതുന്ന സമയത്ത് ആ ഒരു നമ്മളെ എന്തൊക്കെ നമുക്ക് അതിൽ അറിയാം, ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ, ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് അത്രയും വൈഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടോ എന്നുള്ളതാണ് ഈ എസ് എഴുതുന്നതിലൂടെ നമ്മളിത് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനോടൊപ്പം തന്നെ ആ ഒരു ഇവന്റ്, എന്ത് ഇവന്റ് ആണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് അവിടെ സംഭവിച്ചത് എന്നതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് അത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, അതിന്റെ കോൺസിക്വൻസസ് എന്താണ് എന്നുള്ളതിനും കൂടി നമ്മൾ അവിടെ ആൻസർ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം ഇതാണ് നമ്മളുടെ ഒരു അനലിറ്റിക്കൽ അല്ലെങ്കിൽ എക്സ്പോസിറ്ററി എസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ സാധാരണയായിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം, പിന്നെ നമ്മളുടെ ഒരു ആർഗ്യുമെന്റ്സ്, മെയിൻ ആർഗ്യുമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യിക്കുക. അതിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളുടെ ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള എക്സാമ്പിൾസും അല്ലെങ്കിൽ എവിഡൻസുകളും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് ഫൈനലി അതിന്റെ കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് എസ് മോസ്റ്റ്ലി എല്ലാ സെഷൻസിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ്. ദെൻ രണ്ടാമത്തേത് ഷോർട്ട് നോട്ട് ആണ്. ഷോർട്ട് നോട്ട് ഞാൻ പറഞ്ഞു 20 മാർക്കിനായിരിക്കും, സോറി 2 ഷോർട്ട് നോട്ട് ആയിരിക്കും ഉണ്ടാവുക. ഒരു ഷോർട്ട് നോട്ടിന് 10 മാർക്ക്, അങ്ങനെ 2 ഷോർട്ട് നോട്ടിന് കൂടി 20 മാർക്കാണ് ഉണ്ടാവുക. ഷോർട്ട് നോട്ടിൽ നമ്മൾ ഒരു കൺസൈസ് ആയിട്ടുള്ള ഡെഫിനിഷൻ കൊടുക്കുക. ദെൻ അതിന്റെ നമ്മൾ കീ തീംസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡെഫിനിഷൻ, ദെൻ നമ്മളുടെ ഒരു സ്പെസിഫിക് പോയിന്റ്സ്, ദെൻ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, പിന്നെ അതിന്റെ ഒരു ചെറിയൊരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിലാണ് ഷോർട്ട് നോട്ട് എഴുതേണ്ടത്. ഈ ഷോർട്ട് നോട്ടും നമുക്ക് എല്ലാ സെഷൻസിലും കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ദെൻ നെക്സ്റ്റ് വൺ ആർഗ്യുമെന്റേറ്റീവ് ഓർ കമ്പാരറ്റീവ് എസ് ആണ്. 20 മാർക്കിന്റെ എസ് തന്നെയാണ്. ക്വസ്റ്റ്യന് നമ്മൾ ചോദിക്കുക സാധാരണയായിട്ട് ഡു യു എഗ്രി, ഡിസ്റ്റിംഗ്വിഷ് എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ചരിത്രപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രശ്നത്തെ നമ്മൾ അതിന്റെ വിവിധ കാഴ്ചപ്പാടുകളെ തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് നമ്മളുടേതായിട്ടുള്ള ഒരു ഇവാലുവേഷൻ നടത്തുക എന്നുള്ളതാണ്. നമ്മൾ അതിൽ പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം കൊടുക്കുക, പിന്നെ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സംഭവത്തെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്താക്കാം അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക. ദെൻ 2 ആശയങ്ങൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുക, അതിന്റെ കൺക്ലൂഷൻ എഴുതാം. ഈ ഒരു ടൈപ്പ് ഓഫ് എസ് എല്ലാ സെഷൻസിലും അങ്ങനെ ചോദിക്കാറില്ല, വളരെ റയർ ആയിട്ടാണ് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ എസ് ആണ്. ഓപ്പൺ എസ് സാധാരണ നമ്മളോട് പറയുന്നത് റൈറ്റ് എൻ എസ് ഓൺ എന്നുള്ള രീതിയിലാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. സോ ഇവിടെ നമ്മൾ എസ് എഴുതുമ്പോൾ നമ്മൾ ആ ഒരു എസ് നമ്മൾ പറയുന്ന ആർഗ്യുമെന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
നമ്മൾ എന്താക്കുക, കറക്റ്റ് ആയിട്ടുള്ള എവിഡൻസുകളും എക്സാമ്പിൾസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. ഇനിയിപ്പോ ഏതെങ്കിലും വ്യക്തികളാണെങ്കിൽ അവരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേസസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇവന്റ് നടന്നിട്ടുള്ള പ്ലേസസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളവിടെ കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യിക്കാം. ഇനി പോളിസീസ് ആണെങ്കിൽ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കാം. ഈ ഒരു ടൈപ്പ് ഓഫ് എസ്സേയും എല്ലാ സെഷൻസിലും കോമൺ ആയിട്ട് ചോദിക്കാറില്ല. ഓക്കെ, ഇനി നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാന്ന് നോക്കാം. ഓരോ യൂണിറ്റിൽ നിന്നും എത്ര പെർസെന്റേജ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 1ൽ നിന്നും 9.4% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതില് ആവറേജ് മാർക്ക് 9.4 ആണ്. യൂണിറ്റ് 2ൽ നിന്നും 12% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആവറേജ് മാർക്ക് 12 ആണ്. യൂണിറ്റ് 3ൽ നിന്നും 0.6%ന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. 0.6 തന്നെയാണ് ആവറേജ് മാർക്ക്. ദെൻ യൂണിറ്റ് 4ൽ നിന്നും 13.1% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് 13.1 തന്നെയാണ് ആവറേജ് മാർക്ക്. ദെൻ യൂണിറ്റ് 5ൽ നിന്നും 6.3% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആവറേജ് മാർക്കും 6.3 ആണ്. യൂണിറ്റ് 6ൽ നിന്നും 6.8% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആവറേജ് മാർക്ക് 6.8 തന്നെയാണ്. യൂണിറ്റ് 7ൽ നിന്നും 6.8% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. 6.8 ആണ് ആവറേജ് മാർക്ക്. ദെൻ യൂണിറ്റ് 8ൽ നിന്നും 19.9% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആവറേജ് മാർക്ക് 19.9 ആണ്. യൂണിറ്റ് 9ൽ നിന്നും 13.8% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 13.8 ആണ് ആവറേജ് മാർക്ക്. യൂണിറ്റ് 10ൽ നിന്നും 0.7% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. 0.7 ആണ് ആവറേജ് മാർക്ക്. യൂണിറ്റ് 11ൽ നിന്നും 10.5% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആവറേജ് മാർക്ക് 10.5 തന്നെയാണ്. സോ ഇതില് നമുക്ക് കൂടുതൽ മാർക്ക് ചോദിച്ചിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 8, യൂണിറ്റ് 9, യൂണിറ്റ് 4, യൂണിറ്റ് 11 ആൻഡ് യൂണിറ്റ് 1 ആണ്. സോ നമ്മൾ ഈ യൂണിറ്റുകൾ കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ട്രെൻഡ് വിഷ്വലൈസേഷൻ കാണിച്ചിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മളോട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഏതാണ്? ഈ ഒരു അനലിറ്റിക്കൽ ഓർ എക്സ്പോസിറ്ററി എസ്സേയിൽ നിന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. ദെൻ ഷോർട്ട് നോട്ട്സ് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഓപ്പൺ എസ്സേ വളരെ റെയർ ആയിട്ടാണ് ഇപ്പം ചോദിക്കുന്നത്. ഒരു 2022 കുറച്ചായിരുന്നു. പിന്നെ 23 കൂടുതൽ ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2023 ചോദിച്ചിട്ടുണ്ട്. പിന്നെ ജൂൺ 2024 വരുമ്പോഴും അത് കുറവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എസ്സേ ആണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. അനലിറ്റിക്കൽ ഓർ എക്സ്പോസിറ്ററി എസ്സേയിൽ 62 to 75% എല്ലാ സെഷൻസിലും ഈ ഒരു എസ്സേ ആണ് ചോദിച്ചിട്ടുള്ളത്. ഷോർട്ട് നോട്ടും ഒരു സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്, 25%. ദെൻ ഒക്കേഷണൽ വെറൈറ്റി ആയിട്ട് ചില സെഷൻസിൽ മാത്രം ചോദിക്കുന്നതായിരുന്നു ഓപ്പൺ ആൻഡ് ആർഗ്യുമെന്റേറ്റീവ് ഓർ കമ്പാരിറ്റീവ് എസ്സേ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഒരു ജൂൺ 2023, ഡിസംബർ 2023 ഓപ്പൺ ആൻഡ് ആർഗ്യുമെന്റേറ്റീവ് കമ്പാരിറ്റീവ് എസ്സേസ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട യൂണിറ്റ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് 8, യൂണിറ്റ് 9, യൂണിറ്റ് 10 ആണ്. നെക്സ്റ്റ് പ്രിപ്പറേഷൻ ടിപ്പാണ്. ടോട്ടൽ നമുക്ക് 100 മാർക്സ് ആണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നമ്മൾ 3 മണിക്കൂറോട് കൂടിയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം. 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 180 മിനിറ്റ് ആണ്. ഇതിൽ നമ്മൾ ടോട്ടൽ 5 ക്വസ്റ്റ്യൻസിനാണ് ആൻസർ ചെയ്യേണ്ടത്. 4 ലോങ് എസ്സേ ഉണ്ടാവും. ദെൻ 2 ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. സോ ഇതിൽ നമ്മൾ ഓരോ ലോങ് എസ്സേക്കും വേണ്ടിയിട്ട് ഒരു 32 to 34 മിനിറ്റ്സ് നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു ലോങ് എസ്സേ എഴുതുമ്പോൾ അതൊരു 32 അല്ലെങ്കിൽ 34 മിനിറ്റ്സിന്റെ ഉള്ളിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും അത് കംപ്ലീറ്റ് ചെയ്യാം.
അങ്ങനെ 4 എസ്സേക്കും കൂടിയിട്ട് ഒരു 135 മിനിറ്റ്സ് ആണ് ടോട്ടൽ എസ്സേ മാത്രം എഴുതാൻ വേണ്ടി നിങ്ങൾ എടുക്കേണ്ടത്. പിന്നെ അതിനുശേഷം 2 ഷോർട്ട് നോട്ടിന് കൂടിയിട്ട് നിങ്ങൾ ഒരു 25 അല്ലെങ്കിൽ 30 മിനിറ്റ്സിനുള്ളിൽ 2 ഷോർട്ട് നോട്ട്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അതിനുശേഷം വരുന്ന ഒരു ലാസ്റ്റ് 15 to 20 മിനിറ്റ്സിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയല്ലേ എന്നുള്ളത് ഉറപ്പാക്കുക. അതുപോലെ തന്നെ നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ വായിക്കുമല്ലോ. അപ്പൊ ഇതൊക്കെ ഒരു ലാസ്റ്റ് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ്സിലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടത്. ഇതിൽ ഹൈ വെയിറ്റേജ് വരുന്ന യൂണിറ്റുകൾ യൂണിറ്റ് 8, യൂണിറ്റ് 9, യൂണിറ്റ് 4, യൂണിറ്റ് 2, യൂണിറ്റ് 11 ആണ്. സോ ഈ ഒരു ഏരിയാസ് നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുക, ഫോക്കസ് കൊടുക്കുക. നെക്സ്റ്റ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. 7 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ ട്രാൻസിഷൻ ഫ്രം ഫ്യൂഡലിസം ടു ക്യാപിറ്റലിസം. ദെൻ രണ്ടാമതും 7 തവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ റിനൈസൻസ്, ഫസ്റ്റ് ഹ്യൂമാനിസം സെൻട്രൽ. ദെൻ 6 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ നോട്ട് ഓൺ സോഷ്യൽ സ്ട്രക്ചർ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സിവിൽ സൊസൈറ്റി ഓർ യൂണിവേഴ്സിറ്റീസ് ഇൻ ദ ഏർലി മോഡേൺ വെസ്റ്റ്. ദെൻ നാലാമത് നമ്മൾ പറയുന്നത് 5 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഔട്ട്ലൈൻ ദ ഡിഫൈനിങ് ഫീച്ചേഴ്സ് ഓഫ് ഏർലി മോഡേൺ വെസ്റ്റ്. ദെൻ അഞ്ചാമതായിട്ട് 4 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എൻ എസ്സേ ഓൺ വെസ്റ്റേൺ അബ്സല്യൂട്ടിസം, അതിന്റെ ഫീച്ചേഴ്സ് ഓർ കേസസ്. ദെൻ ആറാമത്തേത് 4 തവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഷുഗർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഷുഗർ റെവല്യൂഷനെ കുറിച്ചിട്ട്. ഇത് ഷോർട്ട് നോട്ട് ആയിട്ട് അല്ലെങ്കിൽ എസ്സേ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. ദെൻ 7th ക്വസ്റ്റ്യൻ വരുന്നത് 4 തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റിഫോർമേഷൻ, കോൺസെപ്റ്റ് ഓർ ഇമ്പാക്ട് ഓർ റിഫോർമേഷൻ ഇൻ ജർമ്മനി. ദെൻ 8ാമത്തേത് 4 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അച്ചീവ്മെന്റ്സ് ഇൻ സയൻസ് ഡ്യൂറിംഗ് ദ റിനൈസൻസ്. ദെൻ 9ാമത് 3 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റൈസ് ഓഫ് പ്രിന്റ് കൾച്ചർ ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ റിനൈസൻസ് ഓർ റിഫോർമേഷൻ. ദെൻ ലാസ്റ്റ് വൺ മാർട്ടിൻ ലൂതർ ആൻഡ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ എന്നുള്ളത് 3 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഒരു ഫ്രീക്വൻസി ടേബിൾ നോക്കുന്ന സമയത്ത് യൂണിറ്റ് 2 ട്രാൻസിഷൻ ഫ്രം ഫ്യൂഡലിസം ടു ക്യാപിറ്റലിസം എന്നുള്ള ഒരു ക്വസ്റ്റ്യന് ആവറേജ് മാർക്ക് 17.9 ആയിരുന്നു. 7 തവണയാണ് അപ്പയർ ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് 8 റിനൈസൻസ്, മീനിങ് ആൻഡ് ഹ്യൂമാനിസം എന്നുള്ളതും 13.6 ആവറേജ് മാർക്ക് വരുന്ന 7 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ യൂണിറ്റ് 1 സോഷ്യൽ സ്ട്രക്ചർ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സിവിൽ സൊസൈറ്റി ഓർ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത് 7.5 ആവറേജ് മാർക്ക് വരുന്ന 6 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ യൂണിറ്റ് 1 ഡിഫൈൻ ദ ഏർലി മോഡേൺ വെസ്റ്റ്, മെയിൻ ഫീച്ചേഴ്സ് എന്നുള്ളത് 17 ആവറേജ് മാർക്ക് വരുന്ന 5 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ യൂണിറ്റ് 11 വെസ്റ്റേൺ അബ്സല്യൂട്ടിസം, ഫീച്ചേഴ്സ് ഓർ കേസ് എന്നുള്ളത് 12.5 ആയിരുന്നു ആവറേജ് മാർക്ക്, 4 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 6 ഷുഗർ ഇൻഡസ്ട്രി ഓർ ഷുഗർ റെവല്യൂഷൻ എന്നുള്ളത് ആവറേജ് മാർക്ക് 5 ആയിരുന്നു, 4 ടൈംസ് ആണ് ചോദിച്ചത്. യൂണിറ്റ് 9 റിഫോർമേഷൻ, കോൺസെപ്റ്റ്, ഇമ്പാക്ട് ഓഫ് ജർമ്മനി എന്നുള്ളത് 20 ആയിരുന്നു ആവറേജ് മാർക്ക്, 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 8 സയൻസ് ഡ്യൂറിംഗ് ദ റിനൈസൻസ് എന്നുള്ളത് 8.8 ആയിരുന്നു ആവറേജ് മാർക്ക്, 4 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 10 റൈസ് ഓഫ് പ്രിന്റ് കൾച്ചർ ആൻഡ് റോൾ ഇൻ റിനൈസൻസ് ഓർ റിഫോർമേഷൻ എന്നുള്ളത് 15 ആയിരുന്നു ആവറേജ് മാർക്ക്, 3 ടൈംസ് ആണ് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 9 മാർട്ടിൻ ലൂതർ ആൻഡ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ എന്നുള്ളത് ആവറേജ് മാർക്ക് 5 ആയിരുന്നു, 3 തവണയാണ് ചോദിച്ചത്. അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റാപ്പിഡ് ബ്ലൂ പ്രിന്റിംഗ് എന്നുള്ളതാണ്. സോ നിങ്ങൾ ഇവിടെ ഓരോ ടോപ്പിക്കിനും വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ അതിന്റെ ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കി വെക്കുക. ഔട്ട്ലൈനിൽ നിങ്ങൾ എന്താണ് ആ ഒരു കാര്യം എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ അതിൽ നമ്മൾ എന്താണ് മെയിൻ ആർഗ്യുമെന്റ്സ് ഇതിൽ 3 പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യിക്കുക, അതിന്റെ കൂടെ എക്സാമ്പിളും വെക്കാം. ദെൻ ഒരു 12 മിനിറ്റ്സിന്റെ ഉള്ളിൽ ആ ഒരു എസ്സേ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഈ ഒരു ടോപ്പിക്കിൽ തന്നെ ഷോർട്ട് നോട്ടും ഒന്ന് എഴുതി നോക്കാം. ഷോർട്ട് നോട്ടിന് 10 മാർക്ക് ആയിരിക്കും. സോ അതൊരു 6 to 7 മിനിറ്റ്സിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് വെച്ചിട്ട് ഷോർട്ട് നോട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാക്കാം. അങ്ങനെ ആ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ യൂണിറ്റ് ആങ്കേർഡ് എവിഡൻസ്.
അപ്പം ഇവിടെ നമുക്ക് ഓരോ യൂണിറ്റിൽ നിന്നും ഇപ്പൊ നമ്മൾ എന്തൊരു കാര്യമാണോ പറയുന്നത്, അപ്പം ആ ഒരു കാര്യത്തിലെ നമുക്ക് എന്താണ് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സാമ്പിൾസ് നമ്മൾ ഓരോ യൂണിറ്റിൽ നിന്നും മനസ്സിലാക്കി വെക്കാന്നുള്ളതാണ്. അപ്പം ഓരോ യൂണിറ്റിൽ നിന്നും ഇപ്പം നമ്മൾ റിനൈസൻസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ റിനൈസൻസുമായി ബന്ധപ്പെട്ട് വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ്, അവരുടെ ഡിസ്കവറീസ് എന്തൊക്കെയായിരുന്നു അല്ലെങ്കിൽ അവരുടെ തിയറീസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ദെൻ ഡ്രിൽ വാരിയേഷൻ, ഇവിടെ നമ്മളോട് ഒരു ടോപ്പിക് തന്നെ വ്യത്യസ്ത തരത്തിൽ ചോദിക്കാം. അതായത് ഒന്നെങ്കിൽ നമ്മളോട് എന്താക്കാം ഡിസ്കസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഡു യു അഗ്രി ഓർ ഡിസ്റ്റിംഗ്വിഷ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. അതായത് ഒരേ ടോപ്പിക്കിനെ തന്നെ ഡിഫറെന്റ് ആയിട്ട് പല തരത്തിൽ ചോദിച്ചാലും ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് കൃത്യമായിട്ട് അറിയുമെങ്കിൽ നമുക്കത് എഴുതാൻ പറ്റും. സോ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അത് നമ്മളൊരു 2 തവണയെങ്കിലും എഴുതി പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പൊ യൂണിറ്റ് 8 റിനൈസൻസ് മീനിങ് ആൻഡ് ഹ്യൂമാനിസം എന്നുള്ളത് നമ്മൾ ഹൈലി ഇത്തവണ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഹൈ കാറ്റഗറിയിൽ വരുന്ന 100% പ്രോബബിലിറ്റി ഉള്ള ഒരു ടോപ്പിക് ആണ് റിനൈസൻസ്, അതിന്റെ മീനിങ്, ദെൻ ഹ്യൂമാനിസത്തിന്റെ നേച്ചർ എന്നുള്ളത്. ദെൻ യൂണിറ്റ് 2 ട്രാൻസിഷൻ ഫ്രം ഫ്യൂഡലിസം ടു ക്യാപിറ്റലിസം, ഫ്യൂഡലിസത്തിൽ നിന്നും ക്യാപിറ്റലിസത്തിലേക്കുള്ള ഒരു ട്രാൻസിഷനുമായി ബന്ധപ്പെട്ട ഡിബേറ്റും ഹൈ കാറ്റഗറിയിൽ വരുന്ന ഏകദേശം ഒരു 85.7% സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 1 ഡിഫൈൻ ദ ഏർലി മോഡേൺ വെസ്റ്റ് മെയിൻ ഫീച്ചേഴ്സ്, ഏർലി മോഡേൺ വെസ്റ്റിന്റെ മെയിൻ ഫീച്ചേഴ്സിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതും ഹൈ റെലവെന്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഹൈ കാറ്റഗറിയിൽ വരുന്ന 71.4% സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. ദാൻ യൂണിറ്റ് 11 വെസ്റ്റേൺ അബ്സല്യൂട്ടിസം എന്നുള്ളത് മീഡിയം കാറ്റഗറിയിൽ വരുന്ന 57.1% പ്രോബബിലിറ്റി ഉള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ ഷുഗർ ഇൻഡസ്ട്രി, ഷുഗർ റെവല്യൂഷൻ എന്നുള്ളത് യൂണിറ്റ് 6 നിന്നുള്ള ടോപ്പിക്സ് ആണ്. ഇതും മീഡിയം കാറ്റഗറിയിൽ വരുന്ന 57.1% പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 1 സോഷ്യൽ സ്ട്രക്ചർ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സിവിൽ സൊസൈറ്റി, യൂണിവേഴ്സിറ്റീസ് എന്നുള്ളതും മീഡിയം കാറ്റഗറിയിൽ വരുന്ന 57.1% സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ യൂണിറ്റ് 9 നിന്നുള്ള റിഫോർമേഷൻ കോൺസെപ്റ്റ്, ഇമ്പാക്ട് ഓൺ ജർമ്മനി എന്നുള്ളതും മീഡിയം കാറ്റഗറിയിൽ വരുന്ന 57.1% പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക് ആണ്. യൂണിറ്റ് 8 സയൻസ് ഡ്യൂറിംഗ് ദ റിനൈസൻസ് എന്നുള്ളതും മീഡിയം കാറ്റഗറിയിൽ വരുന്ന 57.1% പ്രോബബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ യൂണിറ്റ് 10 റൈസ് ഓഫ് പ്രിന്റ് കൾച്ചർ ആൻഡ് റോൾ ഇൻ റിനൈസൻസ് ഓർ റിഫോർമേഷൻ എന്നുള്ളതും മീഡിയം കാറ്റഗറിയിൽ വരുന്ന 42.9% സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ യൂണിറ്റ് 9 മാർട്ടിൻ ലൂതർ ആൻഡ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ എന്നുള്ളതും മീഡിയം കാറ്റഗറിയിൽ വരുന്ന 42.9% സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 8 റിനൈസൻസ് ആർട്ട് ആൻഡ് ആർട്ട് ഫോംസ് എന്നുള്ളതും മീഡിയം കാറ്റഗറിയിൽ വരുന്ന 42.9% പ്രോബബിലിറ്റി ഉള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 6 സ്ലേവ് ട്രേഡ് ആൻഡ് പ്ലാന്റേഷൻ ഇക്കോണമീസ് എന്നുള്ളതും മീഡിയം കാറ്റഗറിയിൽ വരുന്ന 42.9% സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 11 എമർജൻസ് ഓഫ് ന്യൂ അബ്സല്യൂട്ട് മൊണാർക്കീസ് എന്നുള്ളത് മീഡിയം കാറ്റഗറിയിൽ വരുന്ന 42.9% സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 9 കാൽവിനിസം ആൻഡ് ഇറ്റ്സ് സ്പ്രെഡ് എന്നുള്ളതും മീഡിയം കാറ്റഗറിയിൽ വരുന്ന 42.9% സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 5 16th സെഞ്ചുറി ട്രേഡ്, എക്സ്ചേഞ്ച് ആൻഡ് ഗ്രോത്ത് എന്നുള്ളതും മീഡിയം കാറ്റഗറിയിൽ വരുന്ന 42.9% സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 4 നാവിഗേഷണൽ ഓർ ടെക്നിക്കൽ നോളജ് ഫോർ വോയേജസ് എന്നുള്ളതും ലോ കാറ്റഗറിയിൽ വരുന്ന 28.6% സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 6 സ്ലേവറി ഇൻ ആഫ്രിക്ക ഓർ ന്യൂ വേൾഡ് എന്നുള്ളത് ലോ കാറ്റഗറിയിൽ വരുന്ന 28.6% പ്രോബബിലിറ്റി ഉള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 6 തന്നെ പ്ലാന്റേഷൻ സൊസൈറ്റി ഇൻ ബ്രസീൽ എന്നുള്ളതും ലോ കാറ്റഗറി വരുന്ന 28.6% പ്രോബബിലിറ്റി ഉള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 4 മോട്ടീവ്സ് ഫോർ വോയേജസ് ഓഫ് ഡിസ്കവറി ലോ കാറ്റഗറിയിൽ വരുന്ന 28.6% പ്രോബബിലിറ്റി ഉള്ള ഒരു ടോപ്പിക് ആണ്.
യൂണിറ്റ് 4 തന്നെ ഇമ്പാക്ട് ഓഫ് കോളനൈസേഷനും ലോ കാറ്റഗറിയിലാണ് വരുന്നത്. 28.6% ആണ് അതിന്റെ പ്രോബബിലിറ്റി. യൂണിറ്റ് 4 തന്നെ മറ്റൊരു ടോപ്പിക് ഡിസ്കവറീസ് ആൻഡ് വോയേജസ്, ഗ്രേറ്റ് ഡിസ്കവറീസ് എന്നുള്ളത് ലോ കാറ്റഗറിയിലാണ് വരുന്നത്. 28.6% ആണ് അതിന്റെ പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 11 ഈസ്റ്റേൺ അബ്സല്യൂട്ടിസം എന്നുള്ളത് ലോ കാറ്റഗറിയിലാണ് വരുന്നത്. 28.6% ആണ് അതിന്റെ പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 5 ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻ ദ 16th സെഞ്ചുറി എന്നുള്ളത് ലോ കാറ്റഗറിയിലാണ് വരുന്നത്. 14.3 ആണ് അതിന്റെ പ്രോബബിലിറ്റി പെർസെന്റേജ് എന്ന് പറയുന്നത്. ദെൻ യൂണിറ്റ് 11 പ്രഷ്യ ഓർ ഫ്രെഡറിക് ദ ഗ്രേറ്റ് എന്നുള്ളത് ലോ കാറ്റഗറിയിലാണ് വരുന്നത്. 14.3 ആണ് അതിന്റെ പ്രോബബിലിറ്റി പെർസെന്റേജ്. ദെൻ യൂണിറ്റ് 2 ഹോബ്സ്മാൻ ആൻഡ് അൺഈവൻ ഡെവലപ്മെന്റ് എന്നുള്ളത് ലോ കാറ്റഗറിയിലാണ് വരുന്നത്. 14.3 ആണ് അതിന്റെ ഒരു സാധ്യതാ ശതമാനം എന്ന് പറയുന്നത്. ദെൻ യൂണിറ്റ് 7 ഗ്രോത്ത് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസും ലോ കാറ്റഗറിയിലാണ് വരുന്നത്. 14.3 ആണ് അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ യൂണിറ്റ് 7 റൂറൽ ബേസ് ഓഫ് കൊമേഴ്ഷ്യൽ റവല്യൂഷൻ ലോ കാറ്റഗറിയിലാണ് വരുന്നത്. 14.3% ആണ് അതിന്റെ പ്രോബബിലിറ്റി. ദെൻ യൂണിറ്റ് 8 പൊളിറ്റിക്കൽ ഫിലോസഫി ഡ്യൂറിങ് ദ റിനൈസൻസ് എന്നുള്ളത് ലോ കാറ്റഗറിയിലാണ് വരുന്നത്. 14.3% ആണ് അതിന്റെ സാധ്യത. ദെൻ യൂണിറ്റ് 4 പോർച്ചുഗീസ് ആൻഡ് സ്പാനിഷ് കൊളോണിയൽ എംപയേഴ്സ് എന്നുള്ളത് ലോ കാറ്റഗറിയിലാണ് വരുന്നത്. 14.3 ആണ് അതിന്റെ ഒരു ശതമാനം, സാധ്യതാ ശതമാനം എന്ന് പറയുന്നത്. ദെൻ യൂണിറ്റ് 5 ഡെമോഗ്രഫിക് ട്രെൻഡ്സ് ഇൻ ദ 16th സെഞ്ചുറി ലോ കാറ്റഗറിയിൽ വരുന്ന 14.3% സാധ്യതയുള്ള മറ്റൊരു ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 7 കൊമേഴ്ഷ്യൽ റവല്യൂഷൻ ലോ കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. 14.3% ആണ് അതിന്റെ പ്രോബബിലിറ്റി. യൂണിറ്റ് 7 തന്നെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ക്യാപിറ്റൽ എന്നുള്ളത് ലോ കാറ്റഗറിയിലാണ് വരുന്നത്. 14.3% ആണ് പ്രോബബിലിറ്റി. യൂണിറ്റ് 3 ട്രാൻസിഷൻ ഡിബേറ്റ് ബ്രണ്ണേഴ്സ് വ്യൂസ് എന്നുള്ളത് ലോ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. 14.3 ആണ് അതിന്റെ പെർസെന്റേജ്. ദെൻ യൂണിറ്റ് 2 അനാൽ സ്കൂൾ ഓൺ ട്രാൻസിഷനും ലോ കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. 14.3 ആണ് അതിന്റെ ഒരു സാധ്യത. ദെൻ യൂണിറ്റ് 8 ടു ഫേസസ് ഓഫ് റിനൈസൻസ്, പ്രിന്റ് ആൻഡ് റിനൈസൻസ് എന്നുള്ളതും ലോ കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. 14.3% ആണ് സാധ്യത. ദെൻ യൂണിറ്റ് 5 15th സെഞ്ചുറി ഇക്കോണമി ഔട്ട് ഓഫ് മിഡിൽ ഏജസ് എന്നുള്ളതും ലോ കാറ്റഗറിയിലാണ് വരുന്നത്. 14.3 ആണ് അതിന്റെ സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഹൈലൈറ്റ്സ് ആയിട്ട്, അതായത് ടോപ്പ് പ്രഡിക്ഷൻ ബൈ പ്രോബബിലിറ്റി, ഈ ഒരു സാധ്യതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് ഫസ്റ്റ് വൺ യൂണിറ്റ് 8 നിന്നുള്ള റിനൈസൻസ്, മീനിങ് ആൻഡ് ഹ്യൂമാനിസം 100% പ്രോബബിൾ ആണ്, ഹൈ കാറ്റഗറി ആണ്. ദെൻ യൂണിറ്റ് 2 ട്രാൻസിഷൻ ഫ്രം ഫ്യൂഡലിസം ടു ക്യാപിറ്റൽ 85.7% ആണ്, ഹൈ കാറ്റഗറി ആണ്. യൂണിറ്റ് 1 ഡിഫൈനിങ് ഫീച്ചേഴ്സ് ഓഫ് ദ ഏർലി മോഡേൺ വെസ്റ്റും ഹൈ കാറ്റഗറി ആണ്. യൂണിറ്റ് 9 റിഫോർമേഷൻ കോൺസെപ്റ്റ് ഇമ്പാക്ട്സ് ഓഫ് ജർമ്മനി എന്നുള്ളത് മീഡിയം കാറ്റഗറിയിൽ വരുന്ന 57.1% സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 8 സയൻസ് ഡ്യൂറിംഗ് ദ റിനൈസൻസും മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ്. യൂണിറ്റ് 1 സോഷ്യൽ സ്ട്രക്ചർ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സിവിൽ സൊസൈറ്റി ഓർ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത് മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 6 ഷുഗർ ഇൻഡസ്ട്രി, ഷുഗർ റെവല്യൂഷനും മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 11 വെസ്റ്റേൺ അബ്സല്യൂട്ടിസം മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ്. യൂണിറ്റ് 5 16th സെഞ്ചുറി ട്രേഡ് എക്സ്ചേഞ്ച് ആൻഡ് ഗ്രോത്ത് മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ്. യൂണിറ്റ് 9 കാൽവിനിസം ആൻഡ് ഇറ്റ്സ് സ്പ്രെഡ് 42.9% സാധ്യതയുള്ള മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്തുകൊണ്ടാണ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്, അത് എത്ര തവണ എക്സാമിന് ചോദിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ നമ്മൾ റിനൈസൻസ് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിലും റിനൈസൻസിന്റെ മീനിങ്ങും ഹ്യൂമാനിസത്തിന്റെ നേച്ചറും പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്യൂഡലിസം, ക്യാപിറ്റലിസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രാൻസിഷനുമായി ബന്ധപ്പെട്ട ഡിബേറ്റ് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ 6 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ഡിഫൈനിങ് ഫീച്ചേഴ്സ് ഓഫ് ഏർലി മോഡേൺ വെസ്റ്റും 5 തവണയാണ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയതിൽ 5 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. റിഫോർമേഷൻ കോൺസെപ്റ്റ് ഇമ്പാക്ട് ഓഫ് ജർമ്മനി എന്നുള്ളതും 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. റിനൈസൻസ് സയൻസ് എന്നുള്ളതും 4 തവണയാണ് ചോദിച്ചത്. സോഷ്യൽ സ്ട്രക്ചർ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, യൂണിവേഴ്സിറ്റീസ് എന്നുള്ളതും 4 തവണ ചോദിച്ചിട്ടുണ്ട്.
ദെൻ ഷുഗർ ഇൻഡസ്ട്രി, ഷുഗർ റെവല്യൂഷൻ എന്നുള്ളതും 4 തവണയാണ് ചോദിച്ചത്. ദെൻ വെസ്റ്റേൺ അബ്സല്യൂട്ടിസം 4 തവണയാണ് ചോദിച്ചത്. 16th സെഞ്ചുറി ട്രേഡ് ഓർ എക്സ്ചേഞ്ച് ആൻഡ് ഗ്രോത്ത് എന്നുള്ളത് 3 തവണയാണ് ചോദിച്ചത്. ദെൻ ഫൈനലി കാൽവിനിസം ആൻഡ് സ്പ്രെഡ് 3 തവണ ചോദിച്ചിട്ടുണ്ട്. കോമൺ ആയിട്ട് ഒരു ഷോർട്ട് നോട്ട് ആയിട്ടാണ് കാൽവിനിസവും അതിന്റെ സ്പ്രെഡുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ് നോക്കുന്നത്. ഇവിടെ ഹൈ പ്രയോറിറ്റി ഉള്ള കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് റിനൈസൻസ് ആണ്. യൂണിറ്റ് 8ൽ നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. സോ ഇവിടെ നമ്മൾ ഒരു റിനൈസൻസിന്റെ മീനിങ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഒരു മീനിങ്ങുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻ എന്താണ്, ഹ്യൂമാനിസത്തിന്റെ നേച്ചർ എന്താണ്, ദെൻ റിനൈസൻസ് പീരീഡിൽ ഉണ്ടായിരുന്ന ആർട്ട് ആൻഡ് സയൻസിന്റെ ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം. ഒരു 400 വേർഡ്സിലാണ് നമ്മൾ റിനൈസൻസുമായി ബന്ധപ്പെട്ട് എസ്സേ എഴുതേണ്ടത്. സോ അത് നിങ്ങൾ ഒരു 2 തവണയെങ്കിലും എഴുതി പ്രാക്ടീസ് ചെയ്യാം. ദെൻ റിനൈസൻസിന് ശേഷം നിങ്ങൾ അതേ തുല്യമായിട്ട് തന്നെ ഇമ്പോർട്ടൻസ് വരുന്ന മറ്റൊരു ടോപ്പിക് ആണ് ട്രാൻസിഷൻ ഡിബേറ്റ്. യൂണിറ്റ് 2ൽ നിന്നാണ് ഈ ഒരു ട്രാൻസിഷൻ ഡിബേറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ട്രാൻസിഷനുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസിഷൻ എന്ന് വെച്ചാൽ ഫ്യൂഡലിസത്തിൽ നിന്നും ക്യാപിറ്റലിസത്തിലേക്കുള്ള ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു അതിന്റെ ഡിബേറ്റ്. അതിൽ ഡോബ്, ഹിൽട്ടൺ, ബോയ്സ്, ബ്രണ്ണേഴ്സ് തുടങ്ങിയിട്ടുള്ള ആളുകളുടെ തിയറീസ്, അവരുടെ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അത് പരസ്പരം എന്താണ് കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിലെ ആൻസേഴ്സ് എഴുതാം. ദെൻ ഡിഫൈനിങ് ഏർലി മോഡേൺ വെസ്റ്റ് യൂണിറ്റ് 1ൽ നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. ഇതും നമ്മൾ ആ ഒരു ഏർലി മോഡേൺ വെസ്റ്റ് സൊസൈറ്റി എങ്ങനെയായിരുന്നു, അവരുടെ പവർ സെൻസറി, അവിടുത്തെ പ്രിന്റ് കൾച്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കാം. ദെൻ നെക്സ്റ്റ് മീഡിയം പ്രയോറിറ്റി വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് റിഫോർമേഷന്. അപ്പം ഇതിൽ നിങ്ങൾ ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കാം. അതിൽ മാർട്ടിൻ ലൂതറിന്റെ റിഫോർമേഷനും കാൽവിന്റെ റിഫോർമേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാം. അതിനുശേഷം ഈ റിഫോർമേഷൻ എങ്ങനെയാണ്, അതിന്റെ ഇമ്പാക്ട് എന്തായിരുന്നു, അതിന്റെ പൊളിറ്റിക്കൽ ഇമ്പാക്ട് എന്താണ്, സോഷ്യൽ ഇമ്പാക്ട് എന്താണ്, ഇക്കണോമിക് ഇമ്പാക്ട് എന്താണ് എന്നുള്ളതും എഴുതി വെക്കാം. ദെൻ നെക്സ്റ്റ് ഒരു ടോപ്പിക് റിനൈസൻസ് സയൻസ്. അപ്പം ഈ ഒരു റിനൈസൻസ് സയൻസ് എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പൊ എക്സാമ്പിൾ കോപ്പർനിക്കസ്, വെസേലിയസ് തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ടല്ലോ. നെക്സ്റ്റ് സോഷ്യൽ സ്ട്രക്ചർ ഓർ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത്, ഇത് നിങ്ങൾ ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ തയ്യാറാക്കേണ്ട ഒരു ടോപ്പിക് ആണ്. ദെൻ ഷുഗർ ആൻഡ് പ്ലാന്റേഷൻസ് എന്നുള്ളത് ടൈം ലൈൻ ഓഫ് പ്ലാന്റേഷൻ ഷിഫ്റ്റ്, ദെൻ ഷുഗർ റെവല്യൂഷന്റെ എഫക്റ്റ്, ഒരു 10 മാർക്കിന് പ്രാക്ടീസ് ചെയ്യേണ്ട ഷോർട്ട് നോട്ട് ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഒരു എസ്സേ ആയിട്ടും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് വെക്കാം. ദെൻ അബ്സല്യൂട്ടിസം വെസ്റ്റ്, അതിന്റെ ഫീച്ചേഴ്സ്, സ്പെയിൻ ആൻഡ് ഫ്രാൻസിന്റെ 2 കേസ് സ്റ്റഡീസ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാം. ദെൻ ലോ പ്രയോറിറ്റി വരുന്ന ടോപ്പിക് ആണ് 16th സെഞ്ചുറി ട്രേഡ് ഓർ എക്സ്ചേഞ്ച്, കാൽവിനിസം എന്നുള്ളത്. സോ ഇതും ഒരു കൺസൈസ് ആയിട്ടുള്ള ഔട്ട്ലൈൻ തയ്യാറാക്കുക, എന്നിട്ട് ഷോർട്ട് നോട്ട് ആക്കി പ്രാക്ടീസ് ചെയ്യാം. ഈ ഫൈനലി നമ്മളൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. BA ഹിസ്റ്ററി ടേം ആൻഡ് എക്സാമിനേഷൻ December 2025, BHIC 106, ദ റൈസ് ഓഫ് ദ മോഡേൺ വെസ്റ്റ് 1. മാക്സിമം 100 മാർക്ക് ആണ്. ടോട്ടൽ 3 മണിക്കൂറാണ്. ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് attempt any 5 questions in about 400 word. Attempt at least 2 questions from each section. All questions carry equal mark. 2 സെക്ഷൻസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിൽ ഓരോ സെക്ഷനിൽ നിന്നും നമ്മൾ അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻ എങ്കിലും അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ 5 ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യന് critically appraise the principal explanations for Europe's move from a feudal order to a capitalist economy between the late medieval and early modern centuries. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ examine how currents of Renaissance thought reshaped approaches to knowledge and transformed artistic practices in Europe. Then third one, discuss the role of printing in creating a public sphere and explain how this development intersected with the religious reform in 16th century Europe. Then fourth one, short note ആണ്. ഷോർട്ട് നോട്ടിൽ നമുക്ക് 4 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 എണ്ണമാണ് നമ്മൾ എഴുതേണ്ടത്. ഫസ്റ്റ് വൺ, motives behind the late 15th century Iberian oceanic ventures. Then second one, humanist learning and the spread of vernacular literature. Third one, royal councils and bureaucracies under Western monarchies. Fourth one, Atlantic slavery and plantation economies. In section 2, ആദ്യത്തെ question, describe the social architecture of the early modern West with reference to civil association, competing jurisdiction and universities. Then second question, account for the organization of trade and credit in the
16th century Europe and assesses how this altered patterns of market integration. Then third one, explain the emergence of new absolute monarchies in Europe and compare one Western case with one Eastern case in terms of army, taxation, and social base. Then fourth one, write short notes on any two of the following. First, political ideas of Renaissance and the notion of reason of state. Second one, Martin Luther's challenge to papacy and its consequences. Third one, the 17th century sugar revolution. And fourth one, joint stock companies and overseas enterprise. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു predictive question paper. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ ഏത് രീതിയിലാണ് ആൻസേഴ്സ് എഴുതേണ്ടത്, അതിന്റെ ഒരു മോഡൽ ആൻസർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫയൽ നമ്മളുടെ ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ ആ ഒരു ഫയൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക, ആൻസേഴ്സ് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.